കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ കാര്യങ്ങളും വലിയൊരു ജനവിധി കേരളത്തിൽ യു ഡി എഫിനുണ്ടായി. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം വളരെ കൃത്യമായിട്ട് യു ഡി എഫ് നിറവേറ്റേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് താമസം വിന പൂർത്തിയാവുമെന്ന് ആണല്ലോ നമ്മളൊക്കെ കരുതുന്നത്. പക്ഷെ വലിയ പ്രകടനങ്ങളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ നമ്മൾ മുമ്പ് കണ്ടുവരാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പിടിവിട്ട് പോകാതെ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹൈക്കമാൻഡിൻ്റെയും KPCCയുടെയും വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രകടനങ്ങൾ തുടരുന്നത്. അതൊരു നല്ല രീതിയാണോ? അതൊരു പാർട്ടിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? ഇത് ഒരു ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കണം, CPMൻ്റെ ഒരു ദുർഭരണത്തിൽ നിന്നൊരു മോചനം വേണമെന്ന് വലിയ തോതിൽ ആഗ്രഹിച്ച കുറേ ആളുകളാണ് ഈ പ്രകടനത്തിലൊക്കെ ഉള്ളത്. നമ്മളൊരു പ്രത്യക്ഷത്തിലൊരു നേതാക്കളായിട്ട് നമ്മൾ പരിചയമുള്ള ആളുകളൊക്കെ വളരെ 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 കുറവാണ്. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ ചില ബന്ധുക്കളും ചില പ്രതിഷേധങ്ങളും ഒക്കെ സമാനമായിട്ടൊരു 4-5 വർഷത്തിനിടയിലൊക്കെ കേരളത്തിൽ ഒറ്റപ്പെട്ടൊക്കെ അരങ്ങേറിയതിന് സമാനമായിട്ടാണ് ആളുകളൊക്കെ സംഘടിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പരിധിക്കപ്പുറമൊന്നും പാർട്ടിക്കും മുന്നണിക്കൊന്നും വലിയ നിയന്ത്രണമൊന്നും അതിനകത്ത് ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പോൾ തന്നെ ഇത്രത്തോളം ജനവികാരമുണ്ട്. അപ്പോൾ ഈ ജനവികാരത്തെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഇതിലും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കില്ലേ? അല്ല, ഇതൊക്കെ ജനമാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയ പാർട്ടികളും ജനവും ജനവികാരവും ഒക്കെ ചേരുമ്പോഴാണല്ലോ രാഷ്ട്രീയം വിജയിക്കുക. അപ്പോൾ അത്തരത്തിലൊരു പോക്കല്ലേ രാഷ്ട്രീയത്തിന് പോകാൻ കഴിയുകയുള്ളൂ. ഈ ജനവികാരം ഹൈക്കമാൻഡ് കണക്കാക്കണമെന്നാണോ? തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പവും ജനവികാരത്തിനൊപ്പവും ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയും പോകുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അതിനകത്തൊന്നും അങ്ങനെ നിങ്ങളതിന് രണ്ട് ദ്വന്ദ്മായിട്ട് നമ്മളതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അതായത് ഈ MLA-മാരുടെ സപ്പോർട്ട് മാത്രമാവരുത് മാനദണ്ഡമെന്ന് തന്നെയാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അതല്ല, ഇതിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു മാനദണ്ഡമാണ്. രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുമ്പോൾ അതും ഒരു മാനദണ്ഡമാണ്. പക്ഷേ അതോടൊപ്പം ഇതിന് വോട്ട് ചെയ്ത ഒരു ദശലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അപ്പം എല്ലാ വികാരങ്ങളും ചേർന്നാണല്ലോ നമ്മൾ രാഷ്ട്രീയത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ മാനദണ്ഡമാക്കുക. MLA-മാരുടെ അഭിപ്രായം ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ പേരുകളും ആരെയാണ് അവർ പിന്തുണയ്ക്കുന്നത്? അല്ല, അതൊക്കെ എനിക്കറിയില്ല അതിൻ്റെയൊക്കെ സാധുത എന്താണ് എന്നുള്ളത്. ഒരു MLA-യും അങ്ങനെ ഞാൻ ഇന്നയാളെയാണ് പിന്തുണച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ പറഞ്ഞത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയൊക്കെ ഓരോ പിന്നെന്താ പറയുക, ഒരു പാപ്പരാസി മോഡലുള്ള ഓരോ ഫൈൻഡിങ്സ് അല്ലേ. ഈ MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു നേതാവിന് വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? നിങ്ങളത് അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ വ്യത്യസ്ത വ്യക്തികളെ താരതമ്യപ്പെടുത്തിയൊക്കെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാനൊരു അശക്തനാണ്, നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ് ആഗ്രഹം. അല്ല, ഞാനതിനകത്ത് ഈ കേരളത്തിലൊരു വലിയ തോതിലുള്ളൊരു നിഷ്പക്ഷ പൊതുബോധം UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അത് UDFൻ്റെ സംഘടനാ പരിസരത്തിനുപരിയായിട്ടുണ്ടായതാണ്. അങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മൾ വ്യവസായം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ മാസങ്ങൾ നീണ്ട പഠനങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സും അതുപോലെ തന്നെ സബ്ജക്റ്റ് എക്സ്പെർട്സൊക്കെ ആയിട്ടുള്ള ചർച്ച നടത്തിയിട്ട് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ കേരളത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ യുവജനങ്ങളും നിഷ്പക്ഷ വോട്ടർമാരൊക്കെ വലിയ തോതിൽ ആകൃഷ്ടരായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ പോകുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പാനന്തരം അത്തരം സാഹചര്യങ്ങളൊക്കെ നിവർത്തിച്ച് കാണണമെന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ടാവും. അതിൻ്റെയൊക്കെ ചില ശ്രമങ്ങളോ അല്ലെങ്കിൽ അവരുടെയൊക്കെ നീക്കങ്ങളോ ഒക്കെയാണ് ഇന്ന് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുക്കുക. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഈ പേര് പറയപ്പെടുന്ന നേതാക്കളെല്ലാവരും ഉന്നത ശീർഷരായ ആളുകളാണ്. എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ്. അപ്പോൾ അതൊരു അമിക്കബിളായിട്ടത് പര്യവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏജൻസികൾ VD സതീശനെ സ്വാഗതം
ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. താങ്കളും അതിൻ്റെ ഒരു പാർട്ടായിട്ട് അല്ല, ഞാൻ അതിൻ്റെ ജൻസിയുടെ പാർട്ടായിട്ട് വന്നല്ല. ഞാനിവിടെ എത്തിയപ്പോൾ ഞാനത് കണ്ടതാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ വരേണ്ട വേറെയും വ്യക്തിപരമായ ആവശ്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഞാനിത് ക്ലബ് ചെയ്ത് വന്നു എന്നേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെയും അവരെയൊക്കെ കണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനം വൈകുന്നോറും കാര്യങ്ങൾ പിടിവിട്ടു. അല്ല, ഇത് ഹൈക്കമാൻഡ് തീരുമാനമൊന്നും ഒട്ടും വൈകിട്ടില്ലല്ലോ. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സംസ്ഥാനത്തൊരു അന്തരീക്ഷം പരിശോധിക്കുമ്പോഴേ അത് വൈകിയാൽ പിടിപൊട്ടുന്ന സാഹചര്യം ഉണ്ടാവുമോ? അല്ല, ഇതിനകത്ത് വൈകിട്ടില്ല. ഇത് പിന്നെ ഇതിലേറെയൊക്കെ പിന്നെ വൈകിയ സാഹചര്യങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇത് ഒട്ടും വൈകിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.